ഞാനിപ്പോൾ പോകുന്നത് റാസിഖ് എന്ന് പറയുന്ന പ്രേക്ഷകരിലേക്കാണ്. റാസിഖ് അബ്ദുള്ള, ചാലിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ഒരു പ്രേക്ഷകനാണ്. ഞാൻ റാസിഖിനെ വിളിക്കാനുള്ള കാരണം, റാസിഖ് എനിക്ക് ബുധനാഴ്ച ഒരു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. തിരച്ചിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെ മാത്രം പോയി അവസാനിപ്പിക്കരുത്, സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള വനമേഖലയിലും തിരച്ചിൽ നടത്തണം. റാസിഖ് അബ്ദുള്ള, ഞാൻ പറഞ്ഞത് കേൾക്കാമെന്ന് തോന്നുന്നു. റാസിഖ്, ഇന്നിപ്പോൾ പന്തീരാങ്കാവിൽ ഒരു പുരുഷൻ്റെ കൈയുടെ ഭാഗം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ആ മേഖലയുടെ ഒരു അനുഭവ പരിചയം വെച്ച് ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ നടത്താൻ കഴിയും എന്നുള്ളതാണ് റാസിഖിൻ്റെ ഒരു ധാരണ. ഹാഷ്മി, ചാലിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ഉരുൾപൊട്ടലുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവലുണ്ടെങ്കിൽ പോലും 2019 ഇതിന്റെ മുമ്പ് വലിയ രീതിയിലുള്ള ചാലിയാറില് വലിയ രീതിയിലുള്ള കുത്തൊഴുക്കൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിലും ഭയാനകമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം. പന്തീരങ്കാവിൽ നിന്നാണ് ഇപ്പൊ അവസാനം ബോഡിന്റെ പാർട്ട് കിട്ടി എന്ന് പറഞ്ഞത്. ഉരുൾപൊട്ടിയ സ്ഥലത്തു നിന്ന് ഏകദേശം 110 കിലോമീറ്ററോളം ദൂരം പുഴമാർഗമുണ്ട് ഈ സ്ഥലത്തേക്ക്. കടലിടയിൽ 3 ബ്രിഡ്ജും ഉണ്ട് അല്ലേ? ഒരു 3 ബ്രിഡ്ജും അതിനിടയിൽ. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആണല്ലോ. അതിന്റെ പുറമെ ഒരുപാട് സാധാരണ ബ്രിഡ്ജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജും കഴിഞ്ഞിട്ടാണ് ഈ പന്തീരങ്കാവ് എന്ന പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോ ഇന്ന് ഞങ്ങളുടെ നാടുകളിൽ നിന്നൊക്കെ, മുക്കം പ്രദേശത്തു നിന്നൊക്കെ 4-5 ബോട്ടുകൾ എടുത്ത് ചാലിയാറിന്റെ തീരം സെർച്ച് നടത്തി. അവരിപ്പോ സെർച്ചിങ് മതിയാക്കി തിരിച്ച് കയറിയിട്ടുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതേ രൂപത്തിലുള്ള സെർച്ചിങ് നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. റാസിഖ്, സൂചിപ്പാറ കഴിഞ്ഞ് ചാലിയാറിലേക്ക് എത്തുന്ന വഴിയിൽ കുറച്ചധികം വനമേഖലയുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ജനവാസ മേഖലയിലെ പുഴയിൽ ആൾക്കാർ ഇറങ്ങുമെന്ന് പറയാമെങ്കിലും ഈ വനമേഖലയിൽ കൂടി ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ കൊടുത്തുള്ള തെരച്ചിൽ കൂടി ആവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, കാരണം ഏകദേശം 10-20 കിലോമീറ്റർ ദൂരം ഈ വനമേഖലയുണ്ട്. ഈ സൂചിപ്പാറയിൽ നിന്ന് പോത്തുകല്ലിലേക്ക് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ദൂരമുണ്ട് എന്നാണ് ഏകദേശ ധാരണ. അപ്പൊ വനമേഖലയിൽ ഊർജിതമായ തെരച്ചിലുകൾ, പ്രത്യേകിച്ച് വയനാട് ആ ഉരുൾപൊട്ടിയതിന്റെ നേരെ താഴെയുള്ള പ്രദേശമാണ് ഈ വനമേഖല. അപ്പൊ അവിടെ സെർച്ചിങ് നടത്തിയാലായിരിക്കാം ഈ മിസ്സിംഗ് ആയ ആൾക്കാരുടെ കൂടുതൽ ശവശരീരങ്ങൾ കാണാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. മന്ദലക്കടവ് എന്നൊരു സ്ഥലത്ത് നിന്ന് ഒരു കുട്ടിയുടെ ഒരു ബോഡി കിട്ടിയിരുന്നു. 10 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ ബോഡിയാണ് കിട്ടിയത്. ഇന്നലെയാണ് കിട്ടിയത്. മന്ദലക്കടവ് എന്ന് പറയുന്നതും ഈ സൂചിപ്പാറയിൽ നിന്ന് ഏകദേശം അത്രത്തോളം ദൂരമുള്ള സ്ഥലമാണോ? ഒരു 90-95 കിലോമീറ്ററോളം ദൂരമുണ്ട് പുഴമാർഗം. മാത്രമല്ല മൃതദേഹങ്ങൾ വല്ലാതെ ഭിന്നമാകുന്ന കാഴ്ചയാണ്. സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്കിത് പറയാനോ ആ ദൃശ്യങ്ങൾ കാണാനോ ആ വാർത്ത പറയാനോ ഒന്നും ഇഷ്ടത്തോടെ പറയുന്നില്ല. പക്ഷേ പറഞ്ഞില്ല മതി. റാസിക്ക് എനിക്ക് തോന്നുന്നു ഈ സൂചിപ്പാറ എന്ന് പറയുന്ന ഈ വെള്ളച്ചാട്ടം കുറച്ച് താഴ്ചയുള്ള വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു. ആ വെള്ളച്ചാട്ടം വഴിയായിരിക്കുമല്ലോ ആ ഉരുള് പൊട്ടി ആളുകളെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ബോഡി ആ രീതിയിൽ ഭിന്നമായി പോകാൻ കാരണം ഈ സൂചിപ്പാറയിലെ വെള്ളച്ചാട്ടം കൂടിയാണെന്ന് തോന്നുന്നു റാസിക്ക്. അതെ, സൂചിപ്പാറയിൽ 3 തട്ടായിട്ടാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പൊ ഈ 3 തട്ട് ചാടിയിട്ടാണ് പിന്നെ വനമേഖലയിലേക്ക് വന്ന് പിന്നെ ചാലിയാറിലേക്ക് പതിക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കുകയും പിന്നെ ഈ സൂചിപ്പാറയിൽ കൂടുതൽ കല്ലുകൾ നിറഞ്ഞ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ്, കുറെ പാറക്കല്ലുകൾ നിറഞ്ഞ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ്. അതായിരിക്കാം ഈ ഇത്തരത്തില് പാർട്സുകൾ കൂടുതൽ കിട്ടാൻ സാധ്യത എന്നുള്ളതാണ് നമുക്കൊക്കെ കിട്ടുന്ന ഒരു അനുമാനം. ഓക്കെ റാസിക്ക്, ഞാൻ പിന്നെ വിളിച്ചോളാം. റാസിക്കാണ് ഇത്തരത്തിൽ ആ മേഖലയിൽ കൂടി ആഴത്തിൽ പരിശോധന വേണം. നമ്മൾ ഇതിനെപ്പറ്റി ഈ സാധ്യതയെപ്പറ്റി ആലോചിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ റാസിക്ക് മെസ്സേജ് അയച്ചു. അതുകൊണ്ട് അത് ഓർത്തുകൊണ്ട് ഞാൻ റാസിക്കിനൊന്ന് വിളിച്ചതാണ്. സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട്. സമീർ, അപ്പോൾ അതിനടുത്തുള്ള റാസിക്ക് അടക്കം പറയുന്നത് മാത്രമല്ല, നമുക്ക് റാസിക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, അവിടെ മേപ്പാടി CHCയേക്കാൾ കൂടുതൽ മൃതദേഹങ്ങൾ ഇന്നലെ മുതൽ കിട്ടുന്നത് ഈ പറയുന്ന ആ ടോളിൻ്റെ എണ്ണക്കൂടുതൽ ഈ നിലമ്പൂർ ജില്ലാശുപത്രിയിലാണ്. അതിൽ ഈ ചാലിയാറിൽ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങൾ തന്നെയാണ് കൂടുതൽ കിട്ടുന്ന ശരീരങ്ങളെക്കാൾ കൂടുതൽ ശരീരഭാഗങ്ങൾ കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇൻറ്റൻസീവായ സെർച്ച് ചാലിയാറിൽ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ 2 ദിവസങ്ങളിലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സമീർ,
ഹാഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന തിരച്ചിലിൽ 152 മൃതദേഹങ്ങളാണ് നിലവിൽ ചാലിയാർ പുഴയുടെ പോത്തുകൽ പിന്നെ മുണ്ടേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹം ഇങ്ങോട്ട് എത്തിയത്. ഇന്ന് 15ഓളം മൃതദേഹങ്ങൾ മാത്രമാണ് എത്തിയിരിക്കുന്നത്. അതായത് പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത് ഈ വളരെ പെട്ടെന്ന് നമുക്ക് മൃതദേഹങ്ങൾ കിട്ടുന്ന ഭാഗത്തൊന്നും തന്നെ ഇനി മൃതദേഹങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിലെ ചാലിയാർ പുഴയോട് ചേർന്നുള്ള വനമേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി പ്രധാനമായുള്ള മൃതദേഹങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ചാലിയാർ പുഴയുടെ ഉൾവനത്തിൽ കേന്ദ്രീകരിച്ച് വിപുലമായ തിരച്ചിൽ ഇന്ന് നടന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വനം വകുപ്പ് ഒപ്പം തന്നെ ഫയർഫോഴ്സും ERF വളണ്ടിയർമാരും ചേർന്ന് ഈ പുഴയിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്ററോളം ഉൾവനത്തിൽ തിരച്ചിൽ നടത്തി എന്നുള്ളതാണ്. ഇവിടെ നിന്നും നിരവധി മൃതദേഹങ്ങളൊപ്പം തന്നെ മൃതദേഹത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തി എന്നുള്ളതാണ്. തുടർന്ന് ഇവയെല്ലാം തന്നെ ചുമലിൽ വഹിച്ചുകൊണ്ട് ഇവർ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പുഴയിലേക്ക് എത്തുന്നു. അങ്ങനെ പുഴയിൽ നിന്നും അത് ബോട്ട് മാർഗം മറുകരയിലെത്തുന്നു. മറുകരയിൽ നിന്നും ട്രാക്ടർ മാർഗം അത് റോഡിലേക്ക് എത്തുകയും റോഡിൽ നിന്ന് ആംബുലൻസ് വഴി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യമാണെന്നുണ്ട്. പന്തീരങ്കാവ് എന്ന് പറയുന്നത് ആ മേഖല അറിയാവുന്ന ഒരാൾ പറയുകയായിരുന്നു 110 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഈ പറയുന്ന ഉരുൾപൊട്ടിയ സ്ഥലത്തു നിന്നും 110 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ദൂരം ഒക്കെ മൃതദേഹങ്ങൾ കാണാനുള്ള സാധ്യതയെപ്പറ്റിയും ഈ ദൗത്യസംഘത്തിൻ്റെ ഒരു ആലോചന എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ ഈ മുണ്ടക്കൈയിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ പുഞ്ചിരിമട്ടത്തെ കാണുന്ന പോലെ അല്ലെങ്കിൽ ചൂരൽമലയിൽ കാണുന്നത് പോലെയുള്ള ഒരു വ്യാപകമായ സെർച്ച് ഇപ്പോഴും ചാലിയാറിൽ തുടങ്ങുന്നുണ്ടോ സമീർ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ജില്ലാ ഭരണകൂടവുമായൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് നാളെ രാവിലെ 10 മണിക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ഹാളിൽ ഒരു യോഗം ചേരുന്നുണ്ട്. വളരെ വിശദമായി ഇത്തരത്തിൽ വിപുലമായ തിരച്ചിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ അവലോകന യോഗത്തിൽ നടക്കുകയും അത്തരമൊരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമുണ്ട് എന്നുള്ളത് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ പന്തീരങ്കാവിൽ നിന്നും അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ നിന്നും നിലമ്പൂരിൽ നിന്ന് മാത്രം 20 കിലോമീറ്റർ അകലെയുള്ള ഈ മമ്പാട് നിന്നും മൃതദേഹങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ വളരെ ദീർഘദൂരത്തിൽ പ്രത്യേകിച്ച് ഈ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ ഒഴുകിപ്പോയി എന്നുള്ള ഒരു നിഗമനം നിലവിൽ രക്ഷാപ്രവർത്തകർക്ക് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചാലിയാർ പുഴയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പലയിടങ്ങളിലും വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തട്ടുതട്ടായുള്ള വെള്ളച്ചാട്ടങ്ങളിൽ വെച്ച് മൃതദേഹങ്ങൾ ഭാഗികമായി മുറിയുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് ദൂര ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ തിരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ചാലിയാർ പുഴയുടെ തീരത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും തെരച്ചിൽ നടത്തണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. അതിന്റെ ഭാഗമായി വാഴക്കാട് വരും ദിവസങ്ങളിൽ ചാലിയാർ പുഴയോരങ്ങൾ കുറച്ചുകൂടി വ്യാപകമായ തെരച്ചിൽ നടത്തുമെന്നതിന്റെ പ്രതീക്ഷ പ്രത്യേകിച്ച് പന്തീരാങ്കാവിൽ നടക്കം ശരീരഭാഗങ്ങൾ കിട്ടുന്ന പശ്ചാത്തലത്തിൽ സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നു. സുർജിത്തിന് വ്യക്തിപരമായും ഒക്കെ എന്ന് പറഞ്ഞാൽ സുർജിത്ത് ഈ ഉരുൾപൊട്ടൽ തലേ ദിവസം ഈ പറഞ്ഞ വെള്ളാർമല എന്ന സ്ഥലത്ത് പോയതാണ്. അവിടുത്തെ പ്രകൃതി മനോഹരമായ സ്കൂൾ കണ്ടതാണ്. അതും പ്രേക്ഷകരോട് പറഞ്ഞതാണ്. അവിടുത്തെ ആളുകളോട് സംസാരിച്ചതാണ്. ആളുകൾ പറയുന്നുണ്ട് ഈ പുത്തുമല അവർ ഓർക്കുന്നുണ്ട്. ഈ ആഞ്ഞു പെയ്യുന്ന പെരുമഴ പെയ്യത്തിൽ അവർ ആശങ്ക അറിയിക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം കേൾക്കുന്ന വാർത്ത ഇതാണ്. ആ വാർത്ത ഡെവലപ്പ് ചെയ്ത അതിങ്ങനെ അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ച് 297 എന്ന് പറയുന്ന വല്ലാത്ത സങ്കടക്കണക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. നാളെ ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, ഏതൊക്കെ മേഖലകളിൽ നിന്നൊരു കൃത്യമായ പ്ലാൻ അറിയാൻ കഴിയുന്നുണ്ടോ സുർജിത്ത്? നാളെ രാവിലെ തന്നെ ഇപ്പോൾ ബെയിലി പാലം സജ്ജമായിട്ടുണ്ട്. സ്വാഭാവികമായും വേഗത്തിൽ തന്നെ വാഹനങ്ങൾ ഈ അകത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. മുണ്ടക്കൈയിലേക്കുള്ള റോഡ് പൂർണ്ണ തോതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതായത് മുണ്ടക്കൈ നഗരത്തിലേക്ക് എത്തുന്ന, അതായത് ആ തേയിലത്തോട്ടങ്ങൾക്ക് മുകളിലൂടെ പോയി ആ വഴിയിൽ നേരെ മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു അത്യാവശ്യം കടകളൊക്കെ ഉണ്ടായിരുന്ന ആ പ്രദേശം, അവിടെ എത്തുന്ന വരെയുള്ള റോഡ് സജ്ജമാക്കിയിട്ടുണ്ട്. അവിടേക്ക് എത്താൻ കഴിയും. അവിടെ നിന്നും നേരെ പുഞ്ചിരിമട്ടത്തേക്ക് അവിടേക്ക് എത്താൻ മറ്റ് യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നാളെ രാവിലെ തന്നെ ഈ ദൌത്യസംഘം അവിടേക്ക് തിരിക്കും. കൂടുതൽ വാഹനങ്ങൾ ഇന്ന് രാത്രി തന്നെ അവിടേക്ക് എത്തിക്കും. ഹിറ്റാച്ചികൾ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ, JCB എല്ലാം തന്നെ അവിടേക്ക് കൂടുതലായി എത്തിക്കുന്നുണ്ട്. ആ മേഖലയിൽ അവിടെ ആ പ്രദേശം മുഴുവൻ അരിച്ചുപെറുക്കിയുള്ള പരിശോധനയ്ക്കാണ് നേതൃത്വം നൽകാനുള്ള തീരുമാനമാണ് നടത്തുന്നത്. അതിനിടെ അട്ടമല പ്രദേശത്ത് നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരമുണ്ട്. അതായത് ഈ പുഴ ചെല്ലുന്ന ഒരു ഭാഗം അട്ടമലയാണ്. അട്ടമല പ്രദേശത്ത് ചില മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള ഒരു വിവരമുണ്ട്. സൈന്യമാണ് വീണ്ടെടുത്തുന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും
ഇതുമായി ബന്ധപ്പെട്ട് നാളത്തെ നടപടിക്രമം എന്ന് പറയുന്നത് 7 മണിയോട് കൂടി തന്നെ ആരംഭിക്കും. പ്രധാനമായും ആ പ്രദേശങ്ങളിൽ, അതായത് ഏറ്റവും കൂടുതൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ടായിട്ടുള്ള ആ പ്രദേശങ്ങളിൽ ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കണ്ടെത്തലാണ് നടക്കുന്നത്. മാത്രമല്ല കൂടുതൽ പേർ കുടുങ്ങിയതായി ചില പ്രദേശങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് പുഞ്ചിരിവട്ടം മേഖലയിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. നേരത്തെ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഈ സ്കൂളിനെ പോലെ തന്നെ പുഞ്ചിരിവട്ടത്തെ ഒരു പാലത്തിന് സമീപം ഞാൻ എത്തിയതാണ്. ആ ഭാഗത്ത് ആ പാലമില്ല. ഇന്ന് പോയപ്പോൾ അവിടെ ആ റിസോർട്ടില്ല, അവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീടില്ല. അങ്ങനെ ആ പോയ ഭാഗത്തിന്റെ ഇടത് ഭാഗത്ത് ഒഴികെ വലതുഭാഗം പൂർണ്ണമായും പോയിരിക്കുകയാണ്. അത്രമാത്രം വീടുകളാണ് അവിടെ നശിച്ചിട്ടുള്ളത്. അവരെല്ലാവരും എവിടെയാണ്, അവർ സുരക്ഷിതരാണോ എന്നുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ പോലും പലരെയും കാണാനില്ലാത്ത അവസ്ഥയുണ്ട്. അത്രമാത്രം മരണസംഖ്യ ആ മേഖലയിൽ മാത്രമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയും മരണസംഖ്യ ഉയരും എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു സൂചന വെച്ച് ഇന്ന് ആ പ്രദേശത്തേക്ക് പോയ ആളെന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ പ്രളയം അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ പ്രഭവ കേന്ദ്രം ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതിന്റെ എൻഡിലേക്ക് വരെ നമുക്ക് പോകാൻ കഴിഞ്ഞു. അവിടേക്ക് ഒരു ഫോറസ്റ്റ് വനംവകുപ്പ് അവസാനത്തെ വീട് ഒരു ആദിവാസി സെറ്റിൽമെന്റ് ആണ്, അവിടെ അവസാനത്തെ ഊരാണ്. അത് കഴിഞ്ഞാൽ വനംവകുപ്പിന്റെ ഒരു ബോർഡുണ്ട്. അതും കഴിഞ്ഞ് അല്പം മുകളിലേക്ക് കൂടി നമ്മൾ പോയി അതിന്റെ ഭീമാകാരമായ ദൃശ്യം കണ്ടപ്പോൾ തന്നെ നടുക്കമുണ്ടായി. ഈ പൊട്ടി അറന്ന പ്രദേശം മുഴുവൻ, അതായത് ആ പാലത്തിൽ നിന്ന് നോക്കിയാൽ നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമുണ്ട്, ആ ഭാഗത്തു നിന്ന് ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ റാണിമല എന്ന് പറയുന്ന മലയിൽ നിന്നും സമാനമായ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഡ്രോൺ അടക്കം പറത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതായത് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം കനത്ത മഴയെ തുടർന്ന് നടന്നിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ നടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അഗാധമായ ഗർത്തം ആണ് കാണുന്നത്. കൂറ്റൻ പാറകൾ, അതായത് ഒരു 4 ആന പൊക്കത്തിലുള്ള പാറകളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ആലങ്കാരികമായി പറയുകയില്ല. അത്രയും വലിയ കൂറ്റൻ പാറകൾ അടിഞ്ഞിരിക്കുന്നു ആ പ്രദേശത്ത് എന്നുള്ളതാണ്. മാത്രമല്ല അഗാധമായ ഗർത്തമാണ് ഇതിന്റെ എൻഡിൽ, അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തിന്റെ തൊട്ട് മുന്നിലാണ് നമ്മൾ എത്തിയത്. ആ പ്രഭവ കേന്ദ്രത്തിൽ താഴെ നിന്ന് നോക്കുമ്പോൾ അഗാധമായ ഗർത്തമാണ് കണ്ടത്. അത്രമാത്രം വലിയ വ്യാപ്തിയുള്ള ദുരന്തമാണ്. ആ ദുരന്തത്തിൽ ഇനിയും ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. പലരും മിസ്സിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ തുടർച്ചയായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ഊർജ്ജസ്വലമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. നിലവിൽ ഇതുവരെ മനുഷ്യ സഹായം കൊണ്ട് മനുഷ്യ സാധ്യമായ വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ മേഖലയിലെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് കൂടുതൽ ഹിറ്റാച്ചികൾ ആ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുണ്ടക്കയിലേക്ക് എത്തിച്ചു. അതിനുശേഷം പുഞ്ചിരിവട്ടത്തേക്ക് റോഡ് മാർഗവും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തിച്ചു. തിരച്ചിൽ നടത്തി. ഈ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങൾ, അതായത് ആ പ്രദേശത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. പക്ഷേ ആ മേഖലയിലേക്ക് പോയതാണ് നമ്മൾ. ഇപ്പൊ മുണ്ടക്കൈ ആവട്ടെ, ഇപ്പോൾ പുഞ്ചിരിമഠത്തെ കാര്യം പറയണ്ട, ഒരു വീട് പോലും അവിടെ ബാക്കിയില്ല. എല്ലാം പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തറ പോലും ഇല്ല. മാത്രമല്ല ഭൂമിയും ഇല്ല. ഇനി ചൂരൽമലയിലേക്ക് വന്നാൽ അവിടെയും കേടുപാടില്ലാത്ത ഒരൊറ്റ വീട് പോലും ഇല്ല. ഇനി മുണ്ടക്കൈ മേഖലയിലേക്ക് വന്നാൽ അവശേഷിക്കുന്ന വീടുകളൊക്കെ കോൺക്രീറ്റ് കൂമ്പാരം മാത്രമേ ഉള്ളൂ. സുർജിത്ത്, ഒരു കാര്യം ഉറപ്പാണ്, ആ മണ്ണിൽ ആ ഭൂമിയിൽ ഇനി ഒരു ജീവിതം കെട്ടിപ്പടുക്കൽ ഏതാണ്ട് അസാധ്യമാണ്, അല്ലേ സുർജിത്ത്? തീർച്ചയായും വളരെ സുന്ദരമായ ഒരു ഭൂമി അതായിരുന്നു. അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു പുഴയൊഴുകുന്ന അത്തരത്തിൽ വളരെ മനോഹരമായ സുന്ദരമായ ഭൂപ്രദേശമായിരുന്നു അത്. പക്ഷേ അവിടേക്ക് ഇടയ്ക്കിടെ വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി പോകാറുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ പ്രദേശം നന്നായി അറിയാം. അവിടേക്ക് പോകുന്ന അന്ന് കാണുന്ന കാഴ്ചയല്ല ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. കാരണം അതിന്റെ ഭൂമിശാസ്ത്രം തന്നെ മാറി. ഇനി എങ്ങനെയാണ് അവിടെ ജീവിതം സാധ്യമാവുക എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾ, നമ്മൾ ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സുഹൃത്തുക്കൾ പോയി, ബന്ധുക്കൾ പോയി, എല്ലാവരും പോയി, തൊട്ടടുത്തുള്ള വീട്ടുകാർ പോയി, അങ്ങനെയുള്ള അനുഭവമാണ് പങ്കുവെക്കുന്നത്. പലപ്പോഴും പല ആളുകളും അങ്ങനെ. സുൽഫിക്കർ എന്ന് പറയുന്ന ഒരു സുഹൃത്തുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് പോലും തൊട്ട് മുമ്പിലാണ്. അദ്ദേഹത്തിന്റെ വീട് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ വീടിനെ ബാധിച്ചിട്ടില്ല. ആ റോഡിന്റെ മറുവശത്തുള്ള പല സുഹൃത്തുക്കളും, സുമേഷ്, ഫിറോസ്, അങ്ങനെ കുറെ പേരുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കളിച്ചു വളർന്ന മനുഷ്യരെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിൽ
അങ്ങനെ ഒരു അവസ്ഥയെ എങ്ങനെ ഈ മനുഷ്യർ തരണം ചെയ്യും? ക്യാമ്പിലുള്ള മനുഷ്യർ, അവശേഷിക്കുന്ന മനുഷ്യർ, രക്ഷപ്പെട്ട മനുഷ്യർ, ജീവിക്കുന്ന മനുഷ്യർ അവരെങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. എങ്ങനെയാണ് ഇനി അവിടെ ജീവിതം അവർക്ക് സാധ്യമാവുക? എല്ലാവരും ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ അവർക്കെല്ലാം തന്നെ എങ്ങനെ ജീവിതം സാധ്യമാകും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. നമ്മളെ സംബന്ധിച്ച് വളരെ വൈകാരികമായ ഒരു അടുപ്പമുള്ള പ്രദേശം, ആ പ്രദേശം ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയാണുള്ളത്. പുത്തുമല കഴിഞ്ഞാൽ ആ വഴിക്ക് പോകുമ്പോൾ മേപ്പാടിയിൽ നിന്ന് 900 കണ്ടി എന്ന് അതും ഒരു ടൂറിസം മേഖലയാണ്. അവിടെ നിന്ന് നേരെ ചെല്ലുമ്പോൾ പുത്തുമല ഒരു നടുക്കമായി മുന്നിൽ നിൽക്കും. പുത്തുമലയിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ നേരെ എത്തുമ്പോൾ ചൂരൽമലയിലെത്തും. ചൂരൽമലയിൽ നേരത്തെ വലിയ ആശ്വാസമായിരുന്നു, കാരണം നല്ല ഒരു പുഴയൊഴുകുന്നു, ഒരു നല്ല ഒരു വിദ്യാലയം, അതിനടുത്ത് വലിയൊരു മൈതാനം, അങ്ങനെ പിന്നെ തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങൾ കയറിയെത്തുന്ന ആ മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന പോയത് അവിടെ നന്നായി അറിയാം, കൈവെള്ള പോലെ വർഷങ്ങളായി അറിയാവുന്ന ആളാണ് സുർജിത്ത്. അതുകൊണ്ട് സുർജിത്തിന് ഒരു പക്ഷേ ഇതിൽ കുറച്ച് വൈകാരികതയും വേദനയും കൂടുകയും ചെയ്യും.